السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹധന്യരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജാമിഅ ജലാലിയ സ്റ്റുഡൻസ് ആർട്സ് മെഹഫിൽ 2025 വർണ്ണമയ വേദിയിൽ വിശ്വലോകത്തിന് സമാധാനത്തിന്റെ കുളിർത്തുന്നലായി കടന്നുവന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ ഓർമ്മകളെ നിങ്ങളുടെ മുന്നിലേക്ക് പകർന്നു നൽകാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. എൻ്റെ വിഷയം സമാധാനത്തിന്റെ തിരുദൂതർ എന്നുള്ളതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയാൻ ബാക്കി നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമേ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ആരംഭിച്ച് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ വലിയ സംസ്കാരമായി നന്മയുടെയും ശാന്തിയുടെയും വലിയ അടയാളപ്പെടുത്തലായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ ആശയങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വങ്ങളും മാറിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ആനി ബസന്റ് കുറിച്ചു വെക്കുന്ന 2 വാചകങ്ങളുണ്ട്. മഹാനായ അറേബ്യയിലെ പ്രവാചകന്റെ ജീവിതം ആയത്തിൽ പഠിക്കുന്നവർക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാനാവില്ല. ആനി ബസന്റ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മാനവികതയെയും സമാധാന ഇടപെടലെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു അയച്ചത് റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാ ഇനങ്ങളിലേക്കും കരുണയായിട്ടാണ്. 23 സംവത്സര കാലം കൊണ്ട് ഒരു ജനസഞ്ചയത്തെ ഉന്നതമായ സംസ്കാരത്തിന്റെയും നന്മയുടെയും വക്താക്കളാക്കി മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് തിരുനബിയുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള, ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഹൃദ്യമായ ഇടപെടലുകളാണ്. പിറന്നു വീണത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ മണ്ണിനടിയിലേക്ക് ഒഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിന്നാണ് എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ് പെൺമക്കളെ ചേർന്നതിന്റെ ആവശ്യകതയും അതിന്റെ മഹത്വത്തെയും സമൂഹത്തിന് ബോധിപ്പിച്ചു കൊടുക്കുന്നത്. ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് കല്ലെറിഞ്ഞ് പുറത്താക്കപ്പെട്ട് കാലിന് രക്തമൊഴുകുമ്പോൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് ഈ നഗരം മുഴുവൻ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ച മലക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അരുത്, അവരെ ഒന്നും ചെയ്യരുത്, അവർ അറിവില്ലാത്തവരാണ്. അവരുടെ സന്താനങ്ങളിൽ നിന്നും ആരെങ്കിലും ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നു വന്നേക്കാം എന്നായിരുന്നു. ഏത് വിഷമഘട്ടത്തിലും സത്യത്തിന്റെയും നന്മയുടെയും വാഹകരായി മാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ്. മുത്തുനബിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സമാധാന ചിത്രം എന്ന് പറയുന്നത് മക്കാ വിജയ ദിവസമാണ്. ആട്ടിറക്കിയ മണ്ണിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം തന്നെ വകവരുത്താൻ ശ്രമിച്ചവരോട്, തന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോട്, മുത്തുനബിയുടെ കൂടെ നടന്ന സ്വഹാബികളെ കൊന്നെടുക്കാൻ ശ്രമിക്കുകയും ചില സ്വഹാബികളെ കൊന്നെടുക്കുകയും ചെയ്തവരോട് മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ വാഹകനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദിച്ചുയരുകയാണ്. ആ ജീവിതത്തിലെ ഓരോ നിമിഷവും ശാന്ത സുന്ദരമായിരുന്നു. 1400 ആണ്ടുകൾക്കിപ്പുറം എല്ലാ തരത്തിലും അക്രമവും അനീതിയും കൊടികുത്തി വരുന്ന ഈ നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണ്. ഫലസ്തീനിൽ എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന പിഞ്ചു മക്കളുടെ ഹൃദയങ്ങൾ ഉദിച്ചുയരുന്ന വേദനയുണ്ട്. അവരുടെ മനസ്സിൽ അവർ അനുഭവിക്കുന്ന വല്ലാത്ത സങ്കടക്കടല അനുഭവങ്ങളുണ്ട്. സമാധാനം എന്തെന്ന്, ശാന്തി എന്തെന്ന്, സന്തോഷം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലേക്ക് പിറന്നുടനെ ഒട്ടിച്ചു വീഴുന്ന ബാല്യങ്ങളെ ഫലസ്തീനും സുഡാനുമായി നമ്മൾ കാണുകയാണ്. ഏത് വിഷമഘട്ടത്തിലും മുസ്ലിമായതിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്ന പുതിയ കാലം. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത്. നിങ്ങളിൽ ഒരാൾ ഒരു മനുഷ്യനെ വകവരുത്തിയാൽ അവൻ മുഴുവൻ മനുഷ്യനെ കൊന്നവനെ പോലെയാണ്, ഉദിച്ചവനെ പോലെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏത് ജീവനും അതിൻ്റെതായ വാല്യൂ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ ബോധിപ്പിച്ചു. ഈ രൂപത്തിൽ സ്നേഹ സൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്ദരമായ ചരിത്രത്തെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാനിയ വിഭാഗത്തിന്റെ സ്പീച്ച് മലയാളം